ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളിലിരുന്ന് എന്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നത് ഞാൻ കാണും. മോളെ, നിന്റെ പ്രാർത്ഥന മറികടന്ന്, നിന്റെ അമ്മയുടെ പ്രാർത്ഥന മറികടന്ന്, ഞങ്ങളൊക്കെ തൊഴുകയുമായി നിൽക്കുന്നത് മറികടന്ന് ദൈവം നിന്നെ തോൽപ്പിക്കില്ല. ഗാദിയെ പോലെ വേറൊരുത്തിയെ കൂടി കണ്ടുപിടിക്ക, നവീനെ പോലെ വേറെ ആരെങ്കിലും കൂടി കണ്ടുപിടിക്ക. എന്നിട്ട് 2 വിവാഹവും കൂടി ഒന്നിച്ചങ്ങ് നടത്ത്. മനക്കോട്ട കെട്ടിക്കെട്ടി വട്ടായി 2 നവീന്റെ താലി കഴുത്തിൽ വീണ ആ നിമിഷം അവളെ ചാവണം. അല്ലാതെ അവള് നവീനോടൊപ്പം ചേർന്ന് ഒരു നിമിഷം പോലും ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിന്റെ കണ്ണുനീരിന് അമ്മ വില തരാതിരിക്കില്ല. എന്താ ഇനി നീ ചെയ്യാൻ പോകുന്നത്? അതിപ്പോ നിങ്ങളാരും അറിയണ്ട. പറയാനുള്ളതല്ല, പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാ. നിർമ്മലേ, ജാതകപ്രകാരം ഗാഥയ്ക്ക് ചാകാനുള്ള വിധിയുണ്ട്. പക്ഷെ നീയായിട്ട് സ്വന്തം മോൾക്ക് അങ്ങനെ ഒരു വിധി എരന്ന് വാങ്ങിക്കരുത്. പഴയ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില കാര്യങ്ങൾ പിഴച്ചോന്ന് ഞാനും സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാ ചെയ്യാം. നിന്നോട് കൂടി ചേർത്തിട്ടാ ഞാനിത് പറയുന്നത്. നാളെ വിവാഹം അല്ലേ? അതെ. വിവാഹ ചടങ്ങ് നടക്കുമ്പോ നാഗത്രയിൽ കളമ്പാട്ടും പൂജയും നടക്കണം. ഒരു നിമിഷത്തിന്റെ ഇടവേള പോലും ഇല്ലാതെയാണ് പൂജ നടക്കേണ്ടത്. വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ ഗൃഹപ്രവേശം നടത്തുമ്പോൾ മുതൽ അവർ തമ്മിലുള്ള ആദ്യ രാത്രി കഴിയും വരെ പൂജാവിധികളിൽ മുടക്കമുണ്ടാവാൻ പാടില്ല. സമ്മതം. മനസ്സുരുകിയുള്ള പ്രാർത്ഥന, ഓരോ ചുവടുകളിലും ഉള്ള ശ്രദ്ധ, കൈവിടാതെയുള്ള ഭക്തി, ഇതൊക്കെയാണ് വേണ്ടത്. ചോദിക്കുന്നത് പേടികൊണ്ടാണ്. ഈ പറയുന്നതൊക്കെ പാലിച്ചു കഴിഞ്ഞാ ഫലം നിശ്ചയം. എത്രയോ മുമ്പ് നമ്മുടെയൊക്കെ വിധി എഴുതപ്പെട്ടതാണ്. അതിലേക്ക് നമ്മൾ എത്താൻ വഴി ഒരുപാട് നടക്കേണ്ടി വരുമെന്ന് മാത്രം. ഇപ്പോ എല്ലാ ചുവടുകളും ലക്ഷ്യസ്ഥാനത്തേക്കാണ്. വിവാഹം മംഗളമായി നടക്കട്ടെ. ജഗദീശ്വര രക്ഷിക്കണേ. തിരുമേനി, എന്റെ ആവശ്യം ഇതാണ്. നവീന്റെ വിവാഹ ദിവസം തന്നെ ഗാഥയുടെ മരണം സംഭവിക്കണം. തിരുമേനി പറഞ്ഞ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം മന്ത്രവാദമാണെങ്കിലും ഇതൊരു കൊടുക്കൽ വാങ്ങൽ ഇടപാടാണല്ലോ. തിരുമേനി എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വേറെ മാർഗം നോക്കേണ്ടി വരും. എന്ത് മാർഗം? ഞാൻ പോലീസിൽ പരാതിപ്പെടും. അതിനുള്ള വകുപ്പുണ്ടല്ലോ. തിരുമേനി പത്രത്തിലും ടിവിയിലൊക്കെ കാണാറില്ലേ വ്യാജ മന്ത്രവാദികളെ കുറിച്ച്? എന്താ നിങ്ങൾ പറയുന്നത്? വ്യാജ മന്ത്രവാദി എന്നോ? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. എനിക്ക് ഈ കാര്യത്തിലേ മേലും കീഴും നോക്കാനൊന്നുമില്ല. എന്റെ മോളുടെ ആഗ്രഹത്തിനപ്പുറം എനിക്ക് വേറൊന്നുമില്ല. തിരുമേനിക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്ക്. അതെ തിരുമേനി, ഇവരൊരു ബാധ്യതയായല്ലോ. ഇവര് നിശ്ചയിക്കുന്ന പോലെ ഗ്രഹനിലകൾക്ക് മാറാൻ പറ്റുമോ? ഇത്രയും കാലത്തെ ജീവിതത്തിനിടയില് കളങ്കമൊന്നും ഉണ്ടായിട്ടില്ല.
പോലീസിൽ പരാതി കൊടുത്താ ഈ കാലത്ത് അതൊരു അപകടമാണ്. പക്ഷേ എന്താ ചെയ്യാ? അല്ല, അങ്ങയുടെ ഗുരുനാഥന്റെ മുമ്പിൽ കാര്യം അവതരിപ്പിച്ചാലോ? കൊടിയ ക്രിയകളൊക്കെ അദ്ദേഹം ചെയ്യുന്നതല്ലേ? ആ ശരിയാ. ആ ആ വിചാരത്തില് ശത്രുവിനെ മറികടക്കാൻ ആർക്കും ആവില്ല. അത് തന്നെയാണ് മാർഗം. ഓർമ്മപ്പെടുത്തിയത് നന്നായി. എന്റെ ഗുരുനാഥനുണ്ട്, സത്യമൂർത്തി. ഇപ്പൊ വയസ്സ് 91. പ്രായാധിക്യം കർമ്മത്തെ ബാധിച്ചിട്ടില്ല. എല്ലാം കൃത്യം. ഞാൻ അദ്ദേഹത്തെ വരുത്താം. ഈ കർമ്മം അദ്ദേഹം ചെയ്യും. ഫലം ഉറപ്പാണല്ലോ അല്ലേ? ദൈവത്തെക്കാൾ നാം നമ്മുടെ ഗുരുവിനെ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിന്റെ കഴിവിനെയും. നിങ്ങൾ മടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞതൊക്കെ തിരുമേനിക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. നിർമ്മലിക്ക് നിരാശ ഉണ്ടാവില്ല ഒരിക്കലും. നിങ്ങൾ എന്തീ കാണിക്കുന്നേ? അയ്യോ, സർജറി കഴിഞ്ഞ പേഷ്യന്റ് ഒപ്പമാണോ കയറി കിടക്കുന്നേ? സാമാന്യ ബോധമില്ലേ? സിസ്റ്റർ ക്ഷമിക്കണം സിസ്റ്ററെ. ഇനി ചിലപ്പോ എനിക്ക് അമ്മയുടെ കൂടെ ഇങ്ങനെ കിടക്കാൻ പറ്റിയില്ലെങ്കിലോ? അതെന്താ കുട്ടി അങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല സിസ്റ്ററെ. ഇവരെ അമ്മയും മോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയുന്ന കേട്ടാലേ നമ്മുടെ ചങ്കലിഞ്ഞു പോകും. ശരി, പേഷ്യന്റിന്റെ കൂടെ ആര് കട്ടിൽ കിടന്നാലും ഞങ്ങൾ വഴക്ക് പറയും. മോളെ, നാളെ എന്റെ കല്യാണല്ലേ സുനന്ദേച്ചി? ചിലപ്പോ കല്യാണ നാടകത്തിന്റെ അവസാന രംഗം നാളെ തന്നെയാണെങ്കിലോ? നാളെ ആ ശാപം ഫലിക്കും. എന്റെ മരണം തീർച്ചയാ. അങ്ങനെ സംഭവിച്ചാല് മോളിലിരുന്ന് എന്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നത് ഞാൻ കാണും. മോളെ, നിന്റെ പ്രാർത്ഥന മറികടന്ന്, നിന്റെ അമ്മയുടെ പ്രാർത്ഥന മറികടന്ന്, ഞങ്ങളൊക്കെ തൊഴു കഴിയുമായി നിൽക്കുന്നത് മറികടന്ന് ദൈവം നിന്നെ തോൽപ്പിക്കില്ല.